മല്ലികാ സുകുമാരൻ ചേരുന്നുണ്ട്. മല്ലികാ സുകുമാരൻ, ഇപ്പോൾ ഇതാ മോഹൻലാലിൻ്റെ അമ്മ വിട പറഞ്ഞിരിക്കുന്നു. അതീവ ദുഃഖകരമായൊരു വാർത്ത. മോഹൻലാലിനെ പോലെ ഒരു വലിയ നടനെ നമുക്ക് സമ്മാനിച്ച അമ്മയാണ് വിട പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ഓർമ്മകളാണ് അവരുമായി പങ്കുവെക്കാനുള്ളത്? അയ്യോ കൊള്ളാം. മകനെ സമ്മാനിക്കുന്നതിനൊക്കെ മുമ്പേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോഹൻലാൽ എന്ന നടൻ എന്ന മകനായിരിക്കും അല്ലേ? എനിക്ക് മോഹൻലാൽ എന്ന് പറയുന്ന 5ൽ പഠിക്കുന്ന മോന്റെ കാലം തൊട്ട് ഞാൻ ആ ചേച്ചിയുമായിട്ട് സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് അങ്ങനെയൊക്കെയുള്ള അമ്മമാരെയൊക്കെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം ഈ പറഞ്ഞതുപോലെ. അത് വളരെ കുറച്ചേ ഉള്ളൂ, പഴയ തലമുറയിലൊക്കെ ഉള്ളവർക്കേ ഉള്ളൂ. അമ്മയ്ക്ക് സിനിമയെന്നോ രാഷ്ട്രീയമെന്നോ ഒന്നുമില്ല. ലാലുവിന്റെ കൂട്ടുകാർ വരുമ്പോ എന്റെ മോന്റെ കൂട്ടുകാര്, അല്ലാത്തവര് വരുമ്പോ എന്റെ പരിചയക്കാര്, അതൊന്നും അല്ലാത്ത നാട്ടിൽ നിന്നൊക്കെ വരുമ്പോ അവര് ബന്ധുക്കൾ. ആര് വന്നാലും അമ്മ അമ്മയാ. ഒരു വീട്ടിലെ അമ്മ എന്ന് പറഞ്ഞാൽ എന്താണോ അതാണ് അമ്മ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു, ഞാൻ തിരുവനന്തപുരത്തേക്ക് തന്നെ എത്തി. ഇപ്പൊ ഞാൻ കാറിലിരിക്കുക, വീടെത്താറായി. അപ്പൊ ഈ ന്യൂസ് കേട്ടു. പിന്നെ അപ്പൊ ഒരു സമാധാനം എനിക്ക് ഈ പറഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു എല്ലാരും വിളിച്ച് പറഞ്ഞു. അപ്പൊ എനിക്കൊന്ന് കാണാൻ പറ്റുമല്ലോ എന്നുള്ളതാണ്. കാരണം ഈ അടുത്ത കാലത്ത് കുറച്ചൊരു കാലിന്റെ ഒക്കെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് വളരെ ഈ ഒരുപാട് വിസിറ്റുകൾ പോകാൻ പറ്റാതെ ചേച്ചിയെ കണ്ട് ഇതിന്റെ ഇടയ്ക്കൊന്ന് പോയിരുന്നു ഞാൻ എന്റെ സഹോദരനൊക്കെ ആയിട്ട്. പക്ഷെ അതിന് മുമ്പ് എന്തായാലും ചേച്ചി ശാന്തമ്മ ചേച്ചി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് എന്താ പറഞ്ഞതെന്ന് അറിയത്തില്ല. കാരണം ചില ആൾക്കാർ പോകുമ്പോ നമുക്ക് ആരും നഷ്ടപ്പെട്ടു പോയൊരു വല്ലാത്തൊരു വിഷമമുണ്ട്. ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല, നിങ്ങൾക്കത് അറിയാമല്ലോ. പക്ഷെ ശാന്തമ്മ ചേച്ചിയൊക്കെ പോവാന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ അമ്മയുടെ സഹോദരി പോകുന്നത് പോലും, അല്ലെങ്കിൽ അമ്മ പോയതിനു ശേഷം ഒരു പക്ഷേ നമുക്കൊക്കെ ഒരു അയ്യോ ചേച്ചിയൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ. വയ്യാതെ കിടന്നാൽ പോലും ചേച്ചിയെ കാണുമ്പോൾ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഒരു ഓർക്കാൻ നന്നായി. ചേച്ചിക്ക് വയ്യാന്നൊക്കെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഓലൊക്കെ അമ്മയെ കൊണ്ടു നടക്കുന്നത് കൊണ്ട് ഞാനിങ്ങനെ ഇന്നലെ ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ അരുവിനെ കണ്ടിരുന്നു. ഞാനൊരു ചടങ്ങിൽ വെച്ചിട്ട് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പെട്ടെന്ന് പോയ വാർത്ത കേട്ടപ്പോ ഒരു ഞെട്ടലെനിക്ക്. ഞാൻ എന്തായാലും നാളെ ചേട്ടൻ ഞങ്ങളുടെ അവിടെ നിന്ന് വീട്ടിലോട്ട് പോകണം. എനിക്ക് ചേച്ചി ഒന്ന് കണ്ടേ ഒക്കെയുള്ളൂ. അവസാനം അത് കാണാതിരിക്കാനും ഒക്കത്തില്ല. അത്രയ്ക്ക് കടപ്പാടുണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് എല്ലാവർക്കും. ചേച്ചി എന്ന് പറഞ്ഞാൽ വേറെ ഒരു ആണ്. നമുക്കൊരു സിനിമാ നടന്റെ അല്ലെങ്കിൽ ഒരു വലിയ മെഗാസ്റ്റാറിന്റെ അമ്മയെ കാണുന്ന ആ ഒരു മനസ്സിൽ അതല്ല എന്റെ ഇമേജ്. എനിക്കത് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പോയി കാണും. ആത്മശാന്തി നേരുന്നു ചേച്ചിക്ക്. എനിക്ക് വലിയ സങ്കടം എനിക്ക് പറഞ്ഞുണ്ടോ. ശരി മോളെ. ശരി, ശ്രീമതി മല്ലികാ സുകുമാരനായിരുന്നു പ്രതികരിച്ചത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇപ്പോൾ എങ്ങനെയാണ് വീട്ടിലേക്ക് ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണോ? സിനിമാ ലോകത്ത് നേരത്തെ മമ്മൂട്ടി അടക്കം അന്തിമോപചാരം അർപ്പിക്കാനായി വീട്ടിലേക്ക് എത്തിയിരുന്നു. തീർച്ചയായും മമ്മൂട്ടി അടക്കമുള്ളവർ ഇവിടെ തന്നെയുണ്ട്. മോഹൻലാലിന്റെ പല സുഹൃത്തുക്കളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കും. സിനിമാ ലോകത്ത് ഇപ്പോൾ കൊച്ചിയിൽ ഇവിടെയുള്ള പലരും തന്നെയും ഇവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇന്ന് രാത്രി വരെയും ഇവിടെ പൊതുദർശനത്തിനുള്ള ഒരു ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. സംസ്കാരം നാളെയാണ് നടക്കുന്നത്. ഇന്ന് രാത്രി തിരുവനന്തപുരത്തേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകും. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. റോഡ് മാർഗമായിരിക്കും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകൾ, ഏതാണ്ട് 10 വർഷത്തിലധികമായിട്ട് ചികിത്സയിൽ തുടരുകയായിരുന്നുവെങ്കിലും കഴിഞ്ഞ 3 മാസമായിട്ടാണ് രോഗാവസ്ഥ ഇത്ര കണ്ട് മൂർച്ഛിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ മോഹൻലാലും ഈ സമയത്തെല്ലാം തന്നെ കൂടുതൽ സമയവും വീട്ടിൽ വന്നു പോകുന്ന ഒരു രീതി തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നതെന്ന് തന്നെയാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ള പലരും തന്നെ പറയുന്നത്. വലിയ സ്വാധീനം മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തിലടക്കം വലിയ സ്വാധീനം ചെലുത്തിയ ഒരാളാണ് ശാന്തകുമാരി അമ്മ. വലിയ തീവ്രബന്ധം, അതിതീവ്രബന്ധം, ഹൃദയബന്ധമാണ് മോഹൻലാൽ പുലർത്തിയിരുന്നത്. നമുക്കതെല്ലാം എല്ലാവർക്കും തന്നെ അതറിയാവുന്നൊരു കാര്യമാണ്. കാരണം പലപ്പോഴും അദ്ദേഹം സ്മരിക്കുക, പല വേദികളിലും എല്ലാം തന്നെ അദ്ദേഹം പ്രസംഗിക്കുമ്പോഴുമെല്ലാം അമ്മയെക്കുറിച്ച് 2 വാക്ക് പറയാൻ പറ്റുന്നിടങ്ങളിൽ അദ്ദേഹം തീർച്ചയായും അവരുടെ ആ തീവ്രമായ ഒരു അടുപ്പത്തിൻ്റെയും ബന്ധത്തിൻ്റെയും എല്ലാം തന്നെ കാര്യങ്ങൾ പറയും. കാരണം
സിനിമാ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിലെല്ലാം തന്നെയും വളരെ ചേർത്ത് പിടിച്ച ആ ഒരു കരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ഇപ്പോഴും നമ്മെക്കുറിച്ച് പറയുമ്പോൾ വികാരവായ്പായിരിക്കുന്നത്. പലപ്പോഴും തന്നെ മോഹൻലാലിൻ്റെ സിനിമ കാര്യങ്ങളെക്കുറിച്ച് മോഹൻലാലിൻ്റെ അമ്മയും ഇതുപോലെ തന്നെ ശാന്തകുമാരി അമ്മയും പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മകനോടുള്ള ഒരു ഇഷ്ടങ്ങൾ പറയുന്ന സമയമെല്ലാമായിരുന്നു. എപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട ഒരു സിനിമ, നിരവധിയായ സിനിമകൾ പറയുമ്പോഴും അത് ചിത്രം എന്ന സിനിമയെക്കുറിച്ച് അവർ അത് എടുത്ത് പറയുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. മോഹൻലാലിനോടും അമ്മയോട് സിനിമാ കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കാറുണ്ടോ, പറയാറുണ്ടോ എന്നതെല്ലാം ചോദിക്കുമ്പോൾ അദ്ദേഹം ഈ അടുത്ത കാലത്ത് പറഞ്ഞ ഒരു സങ്കടമെന്ന് പറയുന്നത്, താൻ സംവിധാനം ചെയ്തൊരു ചിത്രമുണ്ടായിരുന്നു, ആദ്യമായി ചെയ്ത് അത് അമ്മയെ കാണിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അമ്മയുടെ ഒരു ആരോഗ്യസ്ഥിതിയും എല്ലാം വെച്ച് കൊണ്ട് അത് തിയേറ്ററിലേക്കോ എവിടെയും കൊണ്ടുപോയി കാണിക്കാൻ കഴിയാത്തതിൽ ഒരു സങ്കടവും അദ്ദേഹം ആ സമയത്തെല്ലാം തന്നെ പങ്കുവെച്ചൊരു കാര്യവുമായിരുന്നു. കാരണം അവർ തമ്മിൽ ഒരുപാട് സിനിമാ കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞിരുന്നെങ്കിൽ കൂടി ഇത്തരം ചില കാര്യങ്ങളെല്ലാം തന്നെ പലപ്പോഴും അവരുമെല്ലാം തന്നെ പറഞ്ഞ് പോകാറുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് അമ്മ കിടപ്പിലാണെങ്കിൽ കൂടിയും ഇവർ തമ്മിൽ സംസാരിച്ച് പോകുമായിരുന്നു. ധാരാളം സംസാരിക്കാറുള്ള അമ്മ ഒരിടയ്ക്ക് സംസാരിക്കാതാകുമ്പോൾ അത് തൻ്റെ സങ്കടം അത് വലുതാക്കുന്നുണ്ട്. അമ്മയ്ക്ക് അടുത്തേക്ക് ചെന്നിരിക്കുമ്പോൾ, അമ്മയുടെ അരികിലേക്ക് ചെന്നിരിക്കുമ്പോഴെല്ലാം അത് തൻ്റെ സങ്കടം ഇരട്ടിപ്പിക്കാറുണ്ടായിരുന്നു മോഹൻലാൽ പറയാറുണ്ട്. ഇടയ്ക്ക് അമ്മയെ കാണാനെത്തുമ്പോഴുള്ളൊരു സന്തോഷമെന്ന് പറയുന്നത് അവർ സംസാരിച്ചിരിക്കുക എന്നതാണ്. പല കാര്യങ്ങളും, പഴയ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും സിനിമാ കാര്യങ്ങളും എല്ലാം അമ്മയോട് പങ്കുവയ്ക്കുമ്പോൾ പിന്നീട് അമ്മ സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക്, രോഗം മൂർച്ഛിച്ചപ്പോൾ സംസാരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോകുമ്പോൾ അത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്, ഞാനും അമ്മയും ഇപ്പോൾ കണ്ണുകൾ കൊണ്ടാണ് സംസാരിക്കുന്നത്, കണ്ണുകളിലേക്ക് നോക്കിയിരിക്കും, ചിലപ്പോൾ അത് നിറഞ്ഞൊഴുകും, ചിലപ്പോൾ അത് വിടർന്ന കണ്ണുകൾ പോലെ എനിക്ക് തോന്നും. അപ്പോൾ അതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അമ്മയും മകനും എത്ര കണ്ട ഒരു അടുപ്പം, അവരുടെ ഹൃദയാടുപ്പം ഉണ്ടായിരുന്നു എന്നതാണ്. അമ്മ എന്ന് വിളിക്കുമ്പോൾ വാത്സല്യപൂർവ്വം കണ്ണു തുറക്കുകയും തലയാട്ടുകയും ചെയ്യുന്ന ആ അമ്മ തന്നെയായിരുന്നു മോഹൻലാൽ ഈ ഒരു അവസാന കാലത്ത് മോഹൻലാൽ കണ്ടിരുന്നത്. പക്ഷേ അതിലെല്ലാം അദ്ദേഹം വളരെ സംതൃപ്തിയുള്ള ഒരു മകനായിട്ട് തന്നെ അടുത്തിരിക്കുകയും ആ വാത്സല്യത്തിൽ മുങ്ങുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഈ അവസാന ഒരു 3 മാസ കാലയളവിലാണ് രോഗാവസ്ഥ കുറെ കൂടി മൂർച്ഛിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. അതിന് മുൻപ് മോഹൻലാൽ ഇവിടേക്ക് എത്തുകയും പലപ്പോഴും അവർ സംസാരിച്ച് ഒരുപാട് സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരിടം തന്നെയായിരുന്നു. മോഹൻലാൽ പലപ്പോഴും കുറിച്ചിട്ടുണ്ട്, ഇതെൻ്റെ ഒരു പ്രാർത്ഥനാമുറി പോലെ, അതിനപ്പുറം അതിൻ്റെ ഒരു പവർ ഹൗസ് എന്ന് പറയാവുന്നൊരിടമാണ് എൻ്റെ വീട് എന്ന് അമ്മയിൽ നിന്ന് സംസാരിച്ച് അതിൽ നിന്ന് ഊർജം സംഭരിച്ച് പിന്നീട് മുകളിലേക്ക് കുതിക്കുന്നൊരു മകൻ എന്ന രീതിയിൽ തന്നെയായിരുന്നു മോഹൻലാൽ എപ്പോഴും തന്നെ ഉണ്ടായിരുന്നത്. ഈ ഒരു അടുപ്പം അദ്ദേഹം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടി തിരിച്ചെത്തുമ്പോഴും എല്ലാം തന്നെയും അമ്മയുമായുള്ളൊരു ഹൃദയടുപ്പവും ആ ഒരു കുടുംബ പശ്ചാത്തലവും എല്ലാം തന്നെ ഇത്രത്തോളം പ്രാപ്തനാക്കി ഇന്ത്യയിലെ ഈ ചലച്ചിത്ര ലോകത്തിൻ്റെ പരമോന്നത ബഹുമതി തേടിയെത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ കുടുംബത്തിൻ്റെ ഒരു കരുതലും സ്നേഹവും ഇന്ന് അതിൽ അവശേഷിക്കുന്ന അമ്മയാണ്. അമ്മ ഇപ്പോഴും അതിൽ ആർദ്രതയോടെ സ്നേഹത്തോടെ തന്നെ ചേർത്ത് വയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു